വെൽക്കം ടു ഗ്ലിറ്റ്സ് ഇന്ത്യ ഫാഷൻസ്. ഐ എം റസീന ജമാൽ. നമ്മളിന്ന് കൊണ്ടുവന്നേക്കുന്ന ഒരു വെറൈറ്റി പാറ്റേണിൽ വന്നിട്ടുള്ള സെറ്റ്സിൻ്റെ കളക്ഷൻസ് ആണ്. ഇത് നമ്മൾ ചെയ്യിപ്പിച്ചെടുത്തേക്കുന്ന ഒരു ഡിഫറെൻറ്റ് പാറ്റേൺ. ക്രേപ്പ് സെറ്റ്സ് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു പാറ്റേൺ ആണല്ലോ. അതിപ്പോൾ നമ്മൾ നോർമലി എപ്പോഴും ചെയ്യുന്നത് മാറ്റിയിട്ട് ഒരു ഡിഫറെൻറ്റ് ലുക്കിൽ വെയർ ചെയ്യാൻ പറ്റിയ സെറ്റ്സ് ആണ് ഇന്ന് കാണിക്കുന്നത്. ഇതിൻ്റെ ഒരു 4 ഡിഫറെൻറ്റ് കളേഴ്സിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഒരെണ്ണം സ്റ്റിച്ച് ചെയ്തിട്ടേക്കാണ് കേട്ടോ. സിമ്പിൾ നെക്ക് എടുത്ത് ഇതുപോലൊരു പാറ്റേൺ ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെ നമ്മുടെ യൂണിറ്റിൽ തന്നെ സ്റ്റിച്ച് ചെയ്തേക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് നീഡർ ആണെങ്കിൽ കസ്റ്റമർ നോട്ടിൽ സ്റ്റിച്ചിങ് നീഡെന്ന് മെൻഷൻ ചെയ്താൽ മതി. ഇവിടുന്ന് ഡിസൈനേഴ്സ് കോൺടാക്ട് ചെയ്തോളും. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ബോട്ടം വന്നേക്കുന്നത് ക്രേപ്പ് സെറ്റ്സ്, ക്രേപ്പ് ഫാബ്രിക്കിൽ തന്നെയാണ് വന്നേക്കുന്നത്. എപ്പോഴും അതിൻ്റെ ക്രേപ്പ് ഫാബ്രിക് ആണല്ലോ വരുന്നത്. അപ്പോൾ ഞാൻ ഇതിന് ചെയ്തതെന്ന് വെച്ചാൽ ബോട്ടം വെച്ചിട്ട് കഫ്താന തയ്ച്ചേക്കുന്നത്. അത് ഞാൻ ഇട്ട് കാണിക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ ഇവിടെ തന്നെ നിങ്ങൾക്ക് സ്റ്റിച്ചിങ് നീഡെന്ന് മെൻഷൻ ചെയ്താൽ മതി. ഇതിൻ്റെ ബുക്കിംഗ്സ് സൈറ്റ് തന്നെ ചെയ്യുക. www.glitzindia.in ആണ് സൈറ്റ് ബുക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്. ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് സൈറ്റിലെത്താൻ പറ്റും. നമ്മുടെ നമ്പേഴ്സ് വരുന്നത് 9562251075 and 8075551152. ഈ 2 നമ്പേഴ്സിലേക്കാണ് നിങ്ങൾ എന്തെങ്കിലും ഡൗട്ടോ കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഇതിൻ്റെ കുറച്ച് സെറ്റ്സ് നമുക്കിപ്പോൾ റെഡി ആയിട്ട് വെച്ചിട്ടുണ്ട്. ഇതിന് നിങ്ങൾക്ക് വേണം, കിട്ടിയില്ല, റീസ്റ്റോക്ക് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയും. നമുക്ക് പിന്നീട് അത് റീസ്റ്റോക്ക് ചെയ്ത് എടുക്കാവുന്ന ഒരു ഐറ്റമാണ് കേട്ടോ. കുറച്ച് ടൈം എടുക്കുമെന്നേ ഉള്ളൂ. ഒരു 30-35 ഡേയ്സ് എടുക്കും. എങ്കിൽ നിങ്ങൾ കമൻറ്റിൽ പറയേ. ഇതിൻ്റെ റെസ്പോൺസ് എങ്ങനെയാണെന്ന് എനിക്ക് അറിയാത്തതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് എടുത്തിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് നമുക്ക് ബുക്ക് ചെയ്യേണ്ട. റേറ്റ് വരുന്നത് 2150 ആണ് കേട്ടോ റേറ്റ് വരുന്നത്. അപ്പോൾ ഫസ്റ്റ് കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത് ഇതുപോലാണ്. റെഡ് ഗ്രീൻ യെല്ലോ കോമ്പിനേഷൻ. ദുപ്പട്ട ഇതുപോലെ ടോപ്പിൽ കണ്ടോ കുഞ്ഞ് വർക്ക് ഫുൾ പോയിട്ടുണ്ട്. ബ്ലാക്ക് ഗ്രീൻ ആൻഡ് യെല്ലോ കോമ്പിനേഷനാണ്. നല്ല രസമുള്ള വർക്കാണ്. ഇതിപ്പോൾ സിംപിളി ആണെന്ന് ഇങ്ങനെ ഫോൾഡിങ് പോലെ ഒരു യെല്ലോ ചെറുതായിട്ടൊന്ന് വരുത്തിച്ചിട്ട് ചെയ്തേക്കുന്നതാണ്. നെക്കില്ലെങ്കിൽ സിമ്പിൾ നെക്ക് എടുത്താലും മതി. ദുപ്പട്ടതാ ഇതുപോലെ നല്ല ഭംഗിയാണ്. ഇത് ഒരു ഡിഫറെൻറ്റ് ലുക്കിൽ നിങ്ങൾക്ക് വെയർ ചെയ്യാൻ പറ്റിയൊരു സെറ്റ്. നോർമലി നമ്മൾ കാണാത്തൊരു ഇതിൻ്റെ ബോട്ടം ഉണ്ട്. ഇതിൻ്റെ ബോട്ടം വെച്ചിട്ട് ഞാനിത് കഫ്താനാണ് ചെയ്യിപ്പിച്ചേക്കുന്നത് കേട്ടോ. ഇത് ഞാൻ ഇട്ട് കാണിക്കാവേ. ബോട്ടം ഫാബ്രിക്കും ക്രേപ്പ് ആയതുകൊണ്ട് കഫ്താൻ ചെയ്യിപ്പിച്ചു. ബ്ലാക്ക് ബോട്ടം തന്നെ പെയർ ചെയ്താൽ മതിയല്ല. അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് കളർ കോമ്പിനേഷൻ ഇതാണ്. ഞാൻ ഒന്നുകൂടെ കാണിക്കാം ടോപ്പ് സെറ്റ്സ്. സെക്കൻഡ് കളർ കോമ്പിനേഷൻ ബർഗൻഡി ബ്ലാക്ക് ആൻഡ് യെല്ലോ കോമ്പിനേഷൻ. എല്ലാം നല്ല കളേഴ്സ് മാത്രം നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യിപ്പിച്ചെടുത്തേക്കുന്നത്. ഇതാ ദുപ്പട്ട ഇതുപോലെ. ആൻഡ് ബോട്ടം വന്നേക്കുന്നത് കണ്ടോ. ബോട്ടത്തിൻ്റെ ഫാബ്രിക് ഇതുപോലെ പ്രിൻറ്റഡ് ആണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കഫ്താൻ തയ്ക്കാം, അല്ല ബോട്ടം തയ്ക്കണമെങ്കിൽ ബോട്ടം തയ്ക്കാം. ബ്ലാക്ക് ബോട്ടം ഇതിൻ്റെ കൂടെ നന്നായിട്ട് മാച്ചായി പോകും. അതുകൊണ്ടാണ് ഞാൻ ആ ഫാബ്രിക് വെച്ചിട്ട് കഫ്താനായിട്ട് തയ്ച്ചത്. അത് ഞാൻ ഇട്ട് കാണിക്കാം കേട്ടോ. ഇത് റെഡും യെല്ലോയും ബ്ലാക്കും കൂടെയുള്ള കോമ്പിനേഷൻ. ഇത് ബോട്ടം. ദുപ്പട്ട വന്നേക്കുന്നത് ഇതുപോലെ 4 ഡിഫറെൻറ്റ് കളേഴ്സിലാണ് നമ്മൾ ചെയ്യിപ്പിച്ചേക്കുന്നത്. എനിക്കിത് ഉറപ്പാണ് നിങ്ങളിത് റീസ്റ്റോക്ക് ചോദിക്കും. കാരണം അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ഫാബ്രിക്കുമാണ്, നല്ല കംഫർട്ടബിൾ. ഇപ്പം ഞാനിത് കോട്ടൺ ലൈനിങ് ഇട്ട് തയ്ച്ചേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ക്രേപ്പ് ലൈനിങ് യൂസ് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. ഇനി വരുന്നത് ഇതാ ഓറഞ്ച് യെല്ലോ ബ്ലാക്ക് കോമ്പിനേഷൻ. ഇങ്ങനെ വരിക. നമ്മൾ നോർമലി കണ്ടിട്ടില്ലാത്തൊരു പാറ്റേൺ ആണിത്. നല്ല കളർ കോമ്പിനേഷനാണ് കേട്ടോ. ബോട്ടം വന്നേക്കുന്നത് ഇങ്ങനെ. ഫോട്ടോസിലും ഒക്കെ ഭംഗിയായിരിക്കും. ഒരു ഡിഫറെൻറ്റ് ലുക്കിൽ വെയർ ചെയ്യാൻ പറ്റുന്നൊരു സെറ്റാണ്. ഇനി വരുന്ന സെയിം ഇതുപോലെ. ഇതിൻ്റെ ഫോട്ടോ ഇട്ടാൽ മതിയല്ലോ നിങ്ങൾക്ക്. ഞാൻ വേറെ ചെയ്തേക്കുന്ന ഫോട്ടോ മതിയാവുമല്ലോ. ദുപ്പട്ട സെയിം തന്നെ. ഇത് ലാസ്റ്റ് വൺ. അപ്പോൾ ഇതാണ്. അപ്പോൾ ഇത് ബോട്ടം ഞാൻ കഫ്താനായിട്ട് തയ്ച്ചേക്കുന്നത് ഇട്ടിട്ട് നമുക്ക് കാണാം കേട്ടോ. ഞാൻ ബോട്ടം ഫാബ്രിക് വെച്ചിട്ട് കഫ്താൻ തയ്ച്ചു എന്ന് പറഞ്ഞില്ലേ. ഇതുപോലാണ് കഫ്താൻ തയ്ച്ചിരിക്കുന്നത്. നല്ല രസമുള്ളൊരു ഡിഫറെൻറ്റ് പാറ്റേണിലാണ് നമ്മൾ ഇത്തവണ തയ്ച്ചേക്കുന്നത് കേട്ടോ. നമ്മുടെ യൂണിറ്റിൽ തന്നെ തയ്ച്ചേക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് തയ്ക്കണമെങ്കിൽ സ്റ്റിച്ചിങ് നീഡർ കസ്റ്റമർ നോട്ടിൽ പറഞ്ഞാൽ മതി കേട്ടോ. ലൈനിങ് ഇട്ടിട്ടാണ് ചെയ്തേക്കുന്നത്. ഇവിടെ ഇങ്ങനെ ഷേപ്പിൽ കട്ടിങ് വന്നിട്ട് സ്ലിറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കഫ്താന് സ്ലിറ്റ് വന്നിട്ടുള്ള കഫ്താൻ. അതുകൊണ്ട് നല്ല ഫ്രീ ആയിട്ട് വെയർ ചെയ്യാം. നല്ല രസമുണ്ട്, ഭയങ്കര കംഫർട്ടബിളാണ്, സ്റ്റൈലിഷ് ആയിട്ടുള്ള സിമ്പിളായിട്ടുള്ള പാറ്റേൺ. അപ്പോൾ നമുക്ക് ഈ സെറ്റ് എടുത്താൽ ബോട്ടം വെച്ചിട്ട് കഫ്താനും തയ്ക്കാം, ടോപ്പ് തയ്ക്കാം, ഒരു ബ്ലാക്ക് ബോട്ടം പെയർ ചെയ്താൽ സെറ്റ് വൈസ് ഇടുകയും ചെയ്യാം. അപ്പോൾ ഇതാണ് കളക്ഷൻസ്. ഇതിലേതെങ്കിലും വേണമെന്നാണെങ്കിൽ സൈറ്റ് തന്നെ ബുക്ക് ചെയ്യുക. വീഡിയോസൊക്കെ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. യൂട്യൂബിലെ കാണുന്നതെങ്കിൽ ചാനലും കൂടി സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് വെക്കുക. ഇൻസ്റ്റയിലോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച്. സീ യു വിത്ത് അതർ വീഡിയോ.
ഇതൊരു അലേർട്ട് മെസ്സേജ് ആണ് കേട്ടോ. ഈ വീഡിയോ മാക്സിമം നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം. കാരണം എൻ്റെ വീഡിയോസും ഫോട്ടോസും ഉപയോഗിച്ചിട്ട് കുറേ പേജസ് എന്ന് വെച്ചാൽ മെയിനായിട്ട് അതിൽ പറയാനുള്ളത് സസ്താ ബസാർ എന്ന് പറയുന്ന പേജാണ്. ഇത് ഞാൻ ലൈവ് വന്നിട്ട് മുമ്പ് പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്. ലൈവ് വന്നും ഞാൻ കമൻറ്റ് ഒരുപാട് പോസ്റ്റ് ചെയ്തും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ ഇത് ഭയങ്കരമായിട്ട് കൂടിയേക്കോ. ഞാൻ സൈബർ സെല്ലിൽ പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിന് ഒരു മാർഗവും അവരും കാണാൻ പറ്റുന്നില്ല അവർക്കും. ആ പറഞ്ഞ സമയത്ത് കുറേ പേജസ് റിപ്പോർട്ട് ചെയ്ത് കളഞ്ഞു എന്നല്ലാതെ ഇതിപ്പോൾ നിങ്ങൾ സിമ്പിളായിട്ടൊന്ന് സസ്താ ബസാർ സെർച്ച് ചെയ്താൽ മതി. ഒരു 80 പേജോളം, 80 അല്ല അതിൽ കൂടുതൽ പേജ് നിങ്ങളുടെ ഫേസ്ബുക്കിലൊന്ന് സസ്താ ബസാർ സെർച്ച് ചെയ്താൽ മതി. ഒരുപാട് ഇങ്ങനെ എൻ്റെ വീഡിയോസ് തന്നെ, എൻ്റെ വീഡിയോസും ഫോട്ടോസും ഈ ഇപ്പോൾ നോക്ക് തമ്പനയിലല്ല DP പിക്ചറും എല്ലാം എൻ്റെതാണ് ഇട്ടേക്കുന്നത്. ഇതുപോലെ കുറേ പേജസ് ഉണ്ട്. 100ന് മുകളിൽ പേജസ് സസ്താ ബസാർ എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ പുതിയ പ്രശ്നം എന്ന് വെച്ചാൽ ഗ്ലിറ്റ്സ് ഇന്ത്യയുടെ പേരും ഞങ്ങളുടെ എംബ്ലം വെച്ചിട്ടും ഒക്കെ വരുവാണ്. ഞാൻ ദയവ് ചെയ്ത് നിങ്ങളോട് പറയാം. കാരണം കുറേ ആൾക്കാരുടെ പൈസ പോയി, കുറേ പാവത്തുങ്ങളുടെ പൈസ പോയിട്ടുണ്ട്. ഈ 100, 200 എന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ ടാഗ് ചെയ്ത് ഇടുന്നത്, പൈസ ഇട്ടേക്കുന്നത്. അപ്പോൾ ആ ഒരു റേഞ്ചിൽ നമുക്ക് കുർത്തീസ് നമുക്ക് വരത്തില്ല. അപ്പോൾ ആ ഒരു റേഞ്ചിൽ ഈ ടോപ്പ് ബോട്ടം ദുപ്പട്ടയൊക്കെ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ആ ഒരു റേഞ്ചിൽ വരില്ല എന്നുള്ളത്. അപ്പോൾ ദയവ് ചെയ്തിട്ട് അതിലൊന്നും പോയി ബുക്ക് ചെയ്യാതിരിക്കുന്നത്. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലുമാണ് ഈ പ്രോബ്ലം വരുന്നത്. യൂട്യൂബിൽ നമുക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് ഫേസ് ചെയ്തിട്ടില്ല ഇതുവരെ. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലുമാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി പേർക്ക്, കുറേ പേര് എന്നെ ചീത്ത പറയുന്ന കമൻറ്റുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർ ദയവ് ചെയ്ത് ഒന്ന് നോക്കുക, എന്താണ് സത്യാവസ്ഥ എന്നൊന്ന് നോക്കിയിട്ട് വേണം കമൻറ്റ് വന്ന് ഗ്ലിറ്റ്സ് ഇന്ത്യയുടെ പേജിൽ വന്ന് കമൻറ്റ് ചെയ്ത് കുറേ പേരുണ്ട്. ഞാൻ എല്ലാവർക്കും റിപ്ലൈ കൊടുത്ത് മടുത്തു. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ഇതൊന്ന് ഷെയർ ചെയ്യുക. നമ്മുടെ പേജ് എന്ന് പറഞ്ഞ ഗ്ലിറ്റ്സ് ഇന്ത്യയുടെ പേജ് ബുക്കിംഗ് സൈറ്റ് ത്രൂ ആണ്. www.glitzindia.com ആണ് സൈറ്റ് ഐ ഡി. നിങ്ങൾക്കൊരു റെപ്യൂട്ടഡ് ഫേമിൽ ഏത് എടുത്ത് നോക്കിയാലും അറിയാൻ പറ്റും. പേയ്മെൻറ്റ് നിങ്ങൾ ചെയ്യുമ്പോൾ ആ കമ്പനിയുടെ പേരിലായിരിക്കും അക്കൗണ്ട് കൊടുക്കുക. ആരുടെയും പേഴ്സണൽ അല്ലെങ്കിൽ ഒരു സ്റ്റാഫിൻ്റെ പേരോ അല്ലെങ്കിൽ റസീന ജമാലൊന്നും ആയിരിക്കത്തില്ല നിങ്ങൾ പേ ചെയ്യുമ്പോൾ അതിൽ വരിക. അപ്പോൾ അത് മെയിനായിട്ട് നിങ്ങൾ നോക്കുക. ആർക്കിനി എനിക്കല്ല, ഗ്ലിറ്റ്സ് ഇന്ത്യക്കല്ല, വേറെ ഏത് പേജിൽ നിങ്ങൾ പൈസ പേ ചെയ്താലും നോക്കുക ആർക്കാണ് പേ ചെയ്യുന്നത്. ചെറിയ റീസെല്ലേഴ്സ് ഒക്കെ ഉണ്ട്, അവരുടെ പേരിൽ ചിലപ്പോൾ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഇതുപോലെ വലിയ നമ്മൾ ഷോപ്പ് നടത്തുന്നവരാരും അങ്ങനെ ചെയ്യില്ല. നമുക്കാണെങ്കിൽ 2 ഷോപ്പുണ്ട്. ആലപ്പുഴയിൽ ഒരു ഷോപ്പ്, തിരുവമ്പാടിയിലുണ്ട്, എറണാകുളത്ത് തൃപ്പൂണിത്തുറയിലും ഷോപ്പുണ്ട്. നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് അറിയാവുന്നതേ ഉള്ളൂ. മലയാളികൾക്ക് തന്നെ കുറേ പേർക്ക് പറ്റുന്നുണ്ട്. അപ്പോൾ ദയവ് ചെയ്ത് റീൽസ് മാത്രം കാണുന്നവരാണെങ്കിൽ നോക്കുക. ഇത് സൗണ്ട് ഇല്ലാത്ത വീഡിയോകളായിരിക്കും അവർ ഇതിൽ കൂടുതൽ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതിൽ ഞാനൊന്നും പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ. അവർ ആ എമൗണ്ട് ആയിരിക്കും ഇടുന്നത്. അതിൽ പോയിട്ട് ദയവ് ചെയ്ത് ബുക്ക് ചെയ്യാതിരിക്കുക. എനിക്ക് ഈ വീഡിയോസ് നിങ്ങൾ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കാരണം ഈ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് ഈ വീഡിയോ കാണുമ്പോഴെങ്കിലും അവർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ റസീന ജമാൽ എന്നുള്ള പേരിലും ഇവർ ചെയ്യുന്നുണ്ട്. എല്ലാത്തിലും എൻ്റെ വീഡിയോസും ഫോട്ടോസ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിനൊപ്പം തന്നെ വേറെ ആൾക്കാരെയും ഫോട്ടോസും വീഡിയോസും പോസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങളിങ്ങനെ പേജ് കാണുമ്പോൾ അതിൽ കയറി നോക്കിയാൽ മതി. എല്ലാ വീഡിയോസും എടുത്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും. പല ആൾക്കാരും വീഡിയോസ് ഇവർ യൂസ് ചെയ്യുന്നുണ്ട്. മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ദയവ് ചെയ്ത് അതിൽ പോയി ബുക്ക് ചെയ്യാതിരിക്കുക. നമ്മുടെ പേജ് ഗ്ലിറ്റ്സ് ഇന്ത്യ ഫാഷൻസ് എന്നാണ് പേജ്. എംബ്ലമൊക്കെ അവരും എടുത്തിടുന്നുണ്ട്, അത് പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷേ ബുക്കിംഗ് നോക്കുക, സൈറ്റ് ബുക്ക് ചെയ്യുക. നമ്പേഴ്സ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന 2 നമ്പേഴ്സാണ്. 9562251075 ആൻഡ് 8075551153. ഈ 2 നമ്പേഴ്സ് മാത്രമാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര മെൻ്റലി തന്നെ ഭയങ്കര വിഷമമാണ്. കാരണം ഒത്തിരി പേരെ ഇങ്ങനെ പൈസ നമ്മുടെ ഫേസ് വെച്ചിട്ട് പോകുന്നതുകൊണ്ട് ഞാൻ ശരിക്കും ടെൻസ്ഡാണ്. അതുകൊണ്ടാണ് ഞാനിത് ഡയറക്റ്റ് വന്ന് പറയാമെന്ന് വിചാരിച്ചത്. അലേർട്ട് മെസ്സേജൊക്കെ കുറേ ഇപ്പോൾ കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതിപ്പോൾ എൻ്റെ പേരിലും ഗ്ലിറ്റ്സ് ഇന്ത്യയുടെ പേരിലും ഒക്കെ സ്റ്റാർട്ട് ചെയ്തേക്കോ. അപ്പോൾ മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക. മാക്സിമം എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഗ്ലിറ്റ്സ് ഇന്ത്യയുടെ പേജിലാണ് കാണുന്നതെങ്കിൽ സൈറ്റ് ബുക്ക് ചെയ്യുക. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞേക്കുന്ന നമ്പേഴ്സിൽ ബുക്ക് ചെയ്യുക. ഡിസ്ക്രിപ്ഷനിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. എല്ലാ വീഡിയോസിലും എല്ലാം ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നത് കൊണ്ടാണ്. ചിലർ ചോദിക്കാറുണ്ട് എന്തിനാണ് എല്ലാ വീഡിയോയിലും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്യുന്നതെന്ന്. ഞാൻ ഈ ഒരു കാരണം കൊണ്ടാണ് എല്ലാ വീഡിയോയിലും റിപ്പീറ്റ് ചെയ്യുന്നത്. കാരണം ആരാണ് ഫസ്റ്റ് ആ വീഡിയോ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർക്ക് പോലും അബദ്ധം പറ്റാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ദയവ് ചെയ്ത് ഈ വീഡിയോ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്തിട്ട് മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക. അതുപോലെ ഒരു കാര്യം ചെയ്യേണ്ട, ഒരു ഹെൽപ്പ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇങ്ങനത്തെ ഫേക്ക് പേജസ് നിങ്ങൾ കാണുമ്പോൾ ഒന്ന് റിപ്പോർട്ട് ചെയ്യാനും കൂടെ ശ്രമിക്കുക കേട്ടോ. കാണുമ്പോഴത്തേക്ക് ഒന്ന് റിപ്പോർട്ട് ചെയ്യുക. പിന്നെ ക്യാഷ് പോയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇത്
പൈസ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങളൊന്ന് സൈബർ സെല്ലിൽ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ചെയ്യുക കേട്ടോ. എല്ലാവരും പോയവരൊന്ന് കംപ്ലയിൻറ്റ് ചെയ്യുക, ഇങ്ങനത്തെ പേജിൽ നിന്നാണ് പോയത്. ഡീറ്റെയിൽസ് ഒക്കെ നിങ്ങളുടെ കയ്യിൽ കാണുമല്ലോ, ഏതിൽ അക്കൗണ്ടിലേക്ക് അയച്ചതെന്നൊക്കെ. അതൊക്കെ കൊടുത്തില്ല. അതൊക്കെ കൊടുക്കുമ്പോൾ എനിക്ക് സപ്പോർട്ടാണ് ശരിക്കും പറഞ്ഞാൽ, അങ്ങനെ നിങ്ങളും കൂടി കൊടുക്കുകയാണെങ്കിൽ. കാരണം ഞാൻ കൊടുത്ത കേസിന് ഒരു സ്ട്രോങ് ഇത് കിട്ടും, പോയ ആൾക്കാർ പൈസ പോയവരും കൂടി കൊടുത്താൽ. അപ്പോൾ ദയവ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ. കണ്ടോ, ഇതിപ്പോൾ സസ്ത ബസാർ സിമ്പിളായിട്ട് നിങ്ങൾ അടിച്ചു നോക്കിയാൽ മതി. ഇതിപ്പോൾ ഇവർ ഗ്രൂപ്പൊക്കെ തുടങ്ങിയേക്കുക. കണ്ടോ എന്തോരം പേജസ് ആണെന്ന് നോക്കി. ഇതിലെല്ലാം എൻ്റെ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഉണ്ട്, കുറേ ഉണ്ട്. ഇത് എൻലെസ് ആണ്, ഇങ്ങനെ പോകും. കുറേ സസ്ത ബസാറുകളുണ്ട്. ഇത് സസ്ത ബസാർ എന്നടിച്ചാൽ, പിന്നെ റസീന ജമാൽ അടിച്ചാലും അതുപോലെ തന്നെ കുറേ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഗ്ലിറ്റ്സ് ഇന്ത്യയുടെ പേജും അതുപോലെ തന്നെ വരുന്നുണ്ട്. ഞങ്ങളുടെ കറക്റ്റ് എംപ്ലോ ഇതുമെല്ലാം ഞാൻ കൊടുത്തേക്കാം. നോക്കിയിട്ട് നിങ്ങൾ സൈറ്റും മാത്രം ബുക്ക് ചെയ്യുക. പിന്നെ ഫോർ ദ വ്യൂവേഴ്സ് ഔട്ട്സൈഡ് കേരള, please be alert that we have only one page, that is Glitz India Fashions, and please book only through our website www.glitzindia.in, and our numbers are 9562251075 and 8075551153. We don't have any other bookings other than WhatsApp, other than this website and these numbers. So please don't go through any other fake pages and book through that pages. Please be alert. താങ്ക് യു സോ മച്ച്. ഈ വീഡിയോസ് ഒന്ന് മാക്സിമം ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. എൻ്റെ കസ്റ്റമേഴ്സ് എന്നെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബാക്കി നമ്മളറിയാവുന്ന കസ്റ്റമേഴ്സിനൊക്കെ അറിയാം എങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നത്. ആദ്യം മുതലേ നമ്മൾ ചെയ്യുന്നതാണ്. എത്രയോ നാളായി നമ്മൾ ഈ ഓൺലൈൻ ഇതിലേക്ക് വന്നിട്ട്. ഇത്രയും ഒരു പ്രശ്നം വന്നേക്കുന്നത് ഇപ്പോഴാണ്. അപ്പോൾ അറിയാവുന്ന കസ്റ്റമേഴ്സിനൊന്നും ഒരു പ്രശ്നമില്ല, അവർ സൈറ്റ് തന്നെ ബുക്ക് ചെയ്യുന്നുണ്ട്. അറിയാതെ പോയി പെടുന്ന ആൾക്കാർക്കാണ് ഈ ഒരു പ്രോബ്ലം വരുന്നത്. അപ്പോൾ ദയവ് ചെയ്ത് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. താങ്ക് യു സോ മച്ച്.